തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പേരാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ചുവരിൽ തങ്കലിപികളാൽ എഴുതിയതാണ് എൻ്റെ പേര്. കോൺഗ്രസ് പാർട്ടിയും UDFും എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൃശ്ശൂരിലെ ജനങ്ങൾ അവരുടെ ഇരു കൈവെള്ളയിൽ എന്നെ കൊണ്ടു നടക്കും. അത് പാർട്ടികൾക്ക് അതീതമാണ്, മതങ്ങൾക്ക് അതീതമാണ്. പ്രധാനമന്ത്രിയല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്നതിൽ എന്തിനാണ് അന്താളിക്കുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. തൃശ്ശൂർ അദ്ദേഹം ഒന്നും തന്നിട്ടില്ല, തരണം. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഈ ഭിക്ഷാ കൈകൾ വീണ്ടും അദ്ദേഹത്തിന് മുന്നിലേക്ക് നീട്ടുകയാണ്. വരട്ടെ, വീണ്ടും തൃശ്ശൂരിലേക്ക് വീണ്ടും പ്രധാനമന്ത്രിക്ക് സ്വാഗതം. ഞാൻ മുസ്ലിം പരിപാടികൾ പ്രസംഗിക്കാറുണ്ട്, ക്രിസ്ത്യൻ പരിപാടികൾ പ്രസംഗിക്കാറുണ്ട്, ഹിന്ദു പരിപാടികൾ പ്രസംഗിക്കാറുണ്ട്, നിരവധി ക്ഷേത്രങ്ങളുടെ പരിപാടികൾ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ ക്ഷേത്രങ്ങളുടെ പരിപാടി പ്രസംഗിക്കാറുണ്ട്, ഭഗവത്ഗീതയെക്കുറിച്ച് മനോഹരമായി സംസാരിക്കും, അതോടൊപ്പം തന്നെ ഖുർആനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും സംസാരിക്കും. കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവിൻ്റെ സ്വീകരണത്തിൽ ഞാൻ ബൈബിൾ കോട്ട് ചെയ്തിട്ടാണ് പ്രസംഗിച്ചത്. ഈ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടും അതേപോലെ നിലവിലുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ വ്യാജ രീതിയിൽ സൃഷ്ടിച്ചിട്ടും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താനോ ഇകഴ്ത്താനോ ആര് ശ്രമിച്ചാലും അത് നേരെ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാകും. കേരളമാണത്. ചുവരെഴുത്ത് എഴുതിയ ആളുകളോട് മായ്ക്കാൻ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണയും ഇതേ നടപടി എടുക്കാത്തതുകൊണ്ടല്ലേ ഇത് ആവർത്തിക്കുന്നത്? അന്ന് മായ്പ്പിച്ചു. അതുകൊണ്ട് നടപടി എടുക്കാത്തതുകൊണ്ടല്ല ആവർത്തിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ഒരു കാരണവശാലും നടപടി എടുക്കാൻ പറയാം. അവർക്ക് പട്ടിക ഇതുവരെ ചുവര് തെളിഞ്ഞില്ലെങ്കിലും ചുവരുകളിൽ പ്രധാനമന്ത്രിയുടെ പേര് ആവർത്തിച്ച് തെളിയുകയാണ്. എന്താണ് ഇതിന്റെ ഒരു സന്ദേശം? തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് എൻ്റെ പേരുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്കാരുടെ UDFിൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, എത്രയോ LDF അനുഭാവികളുടെയും നിഷ്പക്ഷമതികളുടെയും ഹൃദയത്തിനകത്ത് എൻ്റെ പേരുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായാണ് ഞാനും അവരുമായുള്ള സൗഹൃദം, തൃശ്ശൂർക്കാരുടെ സൗഹൃദം. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പേരാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ചുവരിൽ തങ്കലിപികളാൽ എഴുതിയതാണ് എൻ്റെ പേര്. ഒരു സംശയമില്ല, 100% ഉറപ്പാണ്. 100% ഉറപ്പ്, 100%. ഇത് 100% ആത്മവിശ്വാസത്തോട് പറയുന്നു. കോൺഗ്രസ് പാർട്ടിയും UDFും എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൃശ്ശൂരിലെ ജനങ്ങൾ അവരുടെ ഇരു കൈവെള്ളയിൽ എന്നെ കൊണ്ടു നടക്കും. അത് പാർട്ടികൾക്ക് അതീതമാണ്, മതങ്ങൾക്ക് അതീതമാണ്. തൃശ്ശൂരിൽ LDFിൻ്റെതായ ഒരു ബേസ് ഉണ്ട്, ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. കോൺഗ്രസിനും UDFിനും ബേസ് ഉണ്ട്. അയ്യോ, ഞാൻ പ്രധാനമന്ത്രിയുടെ വരവിൽ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര സന്തോഷം എനിക്ക്. ഞാൻ ഇനി ആഗ്രഹിക്കുകയാണ് പ്രധാനമന്ത്രി ഒന്നുകൂടി അടിയന്തരമായി വരണം, വടക്കുന്നാഥൻ സന്ദർശിക്കണം. തേക്കിൻകാട് മൈതാനത്തിനും വടക്കുന്നാഥിനും വേണ്ടി ഞാൻ 50 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലെ സാംസ്കാരിക വകുപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രിയല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്നതിൽ എന്തിനാണ് അന്താളിക്കുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. പ്രൈം മിനിസ്റ്ററാണ്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. പക്ഷേ തൃശ്ശൂർ അദ്ദേഹം ഒന്നും തന്നിട്ടില്ല, തരണം. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഈ ഭിക്ഷാ കൈകൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നീട്ടുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും പാർലമെൻറ്റിലും ഉന്നയിച്ചിട്ടുള്ള പ്രസാദ് പദ്ധതിയും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ, തേക്കിൻകാട് മൈതാനത്തിൻ്റെയും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെയും പിന്നെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് പിൽഗ്രിം ടൂറിസം സ്കീം, ഞാൻ ഇതിനെല്ലാം പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് ഈ കൈകൾ വീണ്ടും നീട്ടുകയാണ്. 31-ാം തീയതി പാർലമെൻറ്റ് ആരംഭിക്കും. ഞാൻ പാർലമെൻറ്റിൽ വീണ്ടും പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിലും പുതിയ ബഡ്ജറ്റിലേക്ക് ഈ പ്രപ്പോസലുകൾ ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റിൻ്റെ അവതരിപ്പിച്ചതിന് ശേഷം കട്ട് മോഷൻ കൊണ്ടുവരും. ആ കട്ട് മോഷനിൽ തൃശ്ശൂരിലെ എല്ലാ ഡിമാൻഡും ഞാൻ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ കൊണ്ടുവരും. വരട്ടെ, വീണ്ടും തൃശ്ശൂരിലേക്ക് വീണ്ടും പ്രധാനമന്ത്രിക്ക് സ്വാഗതം.